ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് നിറമാറുമാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് ബോഡിക്കാണെന്ന് വെച്ചാലും സ്കിന്നിനാണെന്ന് വെച്ചാലും കുറേ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാറ്റും വെയിലും ഒക്കെ കാരണം നല്ലപോലെ സ്കിൻ ഡാമേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇന്ന് ഞാനൊരു പെഡിക്യൂറാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കാലിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ആകെ വിണ്ട് കീറി വേദന നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു പെഡിക്യൂർ ചെയ്യാമെന്ന്. എന്നാൽ ശരി, അതൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാമെന്ന് കൂടെ വിചാരിച്ചാണ് ചെയ്യുന്നത്. എന്നെപ്പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അണ്ടർ 10 രൂപയുടെ ഉള്ളിൽ എന്ന് തന്നെ പറയാം, 10 രൂപയുടെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ പെഡിക്യൂർ എന്നാൽ എഫക്റ്റീവ് കൂടെ ആയിട്ട് ഒരു പെഡിക്യൂറിൻ്റെ മെത്തേഡും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു മിശ്രിതം ഉണ്ടാക്കാം. അതിനുവേണ്ടി ചൂടുവെള്ളം, ഉപ്പ്, നാരങ്ങാനീര്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കി ഏകദേശം 10 മിനിറ്റോളം കാല് മുക്കി വെക്കുക. കാല് മുക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കാലിലുള്ള ചെളിയൊക്കെ ഏകദേശം ഇളകി വന്നിട്ടുണ്ടാവും. പിന്നെ ഡെഡ് സ്കിൻസൊക്കെ ഏകദേശം ലൂസായിരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നാരങ്ങ എടുത്ത് നമ്മൾ മൊത്തത്തിലൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പം നഖത്തിലെ ഡിസ്കളറേഷനൊക്കെ നാരങ്ങ വെച്ച് ചെയ്യുമ്പോൾ അത് മാറിക്കിട്ടും. പിന്നെ മെയിൻ പരിപാടിയാണ് ഉപ്പ് കുറ്റിയിലെയും കാലിൻ്റെ അടിയിലൊക്കെ ഡെഡ് സ്കിൻ കളയാന്നുള്ളത്. ഞാനിവിടെ പ്യൂമിക് സ്റ്റോണിന് പകരം നമ്മുടെ പെയിൻറ്റ് പുട്ടി ഉരച്ച് കളയുന്ന സാൻഡ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. മാക്സിമം ഡെയിലി നമ്മൾ കാല് ഉരച്ച് കഴുകാൻ വേണ്ടി നോക്കണം ഈ കാലാവസ്ഥയിൽ, അല്ലെങ്കിൽ അത് വിണ്ട് കയറൽ കൂടുകയുള്ളൂ. പിന്നെ നന്നായി കെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ പ്രോസസ് ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡെഡ് സ്കിന്ന് പോയി ആ വിണ്ട് കീറൽ ഇല്ലാതെ കുറച്ച് വൃത്തിയായിട്ട് കാല് നിൽക്കും. ഞാനപ്പോൾ നല്ലപോലെ മാക്സിമം എൻ്റെ കാലിൽ അത്യാവശ്യമുള്ളതൊക്കെ മാക്സിമം ഉരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയും പോകാത്തതുണ്ട്. അതിന് ശേഷം പേസ്റ്റും ബ്രഷും വെച്ച് നഖം നന്നായിട്ട് ഉരച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നഖത്തിൻ്റെ ഇടയിലുള്ള ചെളികളൊക്കെ പോകും. പിന്നെ നമുക്ക് കാലിന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപ്പാണ് കേട്ടോ എടുത്തിരിക്കണം. ഉപ്പ് വെച്ചിട്ട് കാല് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്കൊരു കാലിൽ ഒരു മസാജ് ചെയ്യുന്ന ഒരു ഫീല് കൂടെ കിട്ടും. കാലിന് തന്നെ ഒരു റിലാക്സേഷൻ കിട്ടും. കാരണം നമ്മൾ എപ്പോഴും നടക്കും, നമ്മുടെ ബോഡിയിൽ കുറച്ചധികം സ്ട്രെസ് എടുക്കുന്നത് നമ്മുടെ കാല് തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഈ കാലിനാണ് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കണം. അപ്പോൾ കാലിനെയും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് സ്നേഹത്തോടെ പരിപാലിച്ചില്ല എന്ന് വെച്ചാൽ നമുക്ക് കാലുവേദന തന്നെ സ്ഥിരമായിട്ടൊരു പണിയായിട്ട് മാറും. പിന്നെ അധിക നേരം ഈ ഓടി നടന്ന് ചെയ്യണ പണിയൊന്നും നമുക്ക് അധികം നേരം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ കാലിൻ്റെ ഹെൽത്തും നമ്മൾ നോക്കണം, സ്കിന്നും നമ്മൾ നോക്കണം, ആരോഗ്യമൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ കാല് നല്ലപോലെ സ്ക്രബ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ തൈര്, കോഫി പൗഡർ, ടർമറിക് പൗഡർ, കുറച്ച് നാരങ്ങാനീര്, ഇത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കാലിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അത്യാവശ്യം നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് മെയിൻ പാർട്ട് എപ്പോഴും മോയ്സ്ചറായി വെക്കണം കാല്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കാല് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവുക. അപ്പം വാസലിൻ തേച്ച് കാല് നന്നായി മോയ്സ്ചറായി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്ത് ഇപ്പോൾ പെഡിക്യൂർ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റിൽ ഞാനിങ്ങനെ ഇരിക്കണം കേട്ടോ. എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ നല്ലൊരു ഫീൽ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ഞാൻ നല്ല റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അത്ര മാക്സിമം ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സി യു.